അസ്സലാമലൈക്കും. വാലൈക്കും സലാം. കുറെ ആയല്ലോ ഈ വഴിക്ക് കണ്ടിട്ട്. ഗൾഫിൽ നിന്ന് വന്ന പുതുക്കത്തി വന്നതാണ്. ഞാൻ വരില്ല എന്നേ ഉള്ളൂ. എന്റെ മകൻ വന്ന് സാധനങ്ങളൊക്കെ വാങ്ങണ്ടായിരുന്നു. അതെയാ, ഇപ്പൊ എന്താ വേണ്ടത്? വെക്കോ, എടുത്തോ. അല്ലക്ക, കുറച്ചു നേരത്തെ എന്റെ മകൻ സാധനങ്ങൾ വാങ്ങാൻ വന്നിട്ടായിരുന്നു. അപ്പൊ പറ്റു കൂടുതലാണെന്ന് പറഞ്ഞ് നിങ്ങൾ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഈ യുദ്ധം കാരണം കൂടി തിരിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ്. പോയ ഉടനെ തന്നെ ഉള്ള പറ്റാൻ തീർക്കാം. ആരാ പറഞ്ഞു നിങ്ങളുടെ മാനിക്ക് സാധനം തരില്ലെന്ന്? നൗഷാദേ, എന്താ നീ ഇക്കാന്റെ മോൻ വന്നപ്പോ സാധനം തരാൻ പറ്റില്ലെന്ന് പറഞ്ഞാ? അത് പറ്റ ഒരുപാടായിട്ടുണ്ട്. അതുകൊണ്ട് നിനക്ക് എന്നെ വിളിക്കായിരുന്നില്ലേ? സാധനങ്ങൾ ആർക്ക് കൊടുക്കണം ആർക്ക് കൊടുക്കണ്ട തീരുമാനിക്കുന്നത് ഞാനല്ലേ? അയ്യോ അക്ക, അവനെ ചീത്ത പറയണ്ട. വഴക്ക് പറയുന്നതിലൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണാണ്. നിങ്ങൾ മനസ്സിലൊന്നും വെക്കണ്ട കേട്ടോളി. നിങ്ങൾക്ക് എന്താ വേറെ സാധനങ്ങൾ വന്ന് വാങ്ങിച്ചോളി. ഗൾഫിൽ ചെന്നിട്ട് പൈസയൊക്കെ മെല്ലെ അയച്ചാൽ മതി. ശരിക്ക. പ്രവാസികളോട് ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. അതെന്താണെന്നറിയോ? അവരുടെ കുടുംബം പോറ്റാൻ വേണ്ടി നാടും വീടും വിട്ടുപോയി കഷ്ടപ്പെടുന്നവരാണ്. അപ്പോ അവരുടെ കുടുംബത്തിന് ഒരു പ്രയാസവും വരാതെ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത് നമ്മുടെ കടമയാണ്.